എല്ലാരും അടിച്ചു കയറി വാ. പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വളരെയധികം പിന്നെ ചെളികൾ കൂടിയിട്ടുണ്ട്. അതിന്റെ അകത്ത് ആൾക്കാരുണ്ടോന്നൊന്നും അറിയില്ല. മോഹൻലാല് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്തെ എന്നിട്ട് അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് ഒരു മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും കളഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ? അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മൈര ഇയാൾ അവിടെ പോയി പറഞ്ഞതെന്നൊന്ന് പറയിക്കാവോ ഇയാളെ കൊണ്ട്? കേട്ടോ, ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക്? അവരൊക്കെ ഇയാളോട് എന്താ പറഞ്ഞേ? കുറെ പട്ടാളക്കാരെന്ന് ഇയാളോട് സംസാരിക്കുന്നു. ചെല്ലുക, വലിഞ്ഞു കയറി ചെല്ലുക ഇടയിലോട്ട്. ഒരു നാണമുള്ളവൻ ചെയ്യത്തില്ലത്. മോഹൻലാൽ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ചെയ്യുന്നതാ. ഇവൻ ആരാ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. കൊടുത്ത് വേറെ പുള്ളിയുടെ ട്രസ്റ്റ് ഉണ്ട്, അതിനകത്തൊന്ന് കുറച്ച് കോടിയും കൊടുത്തെന്ന്. അത് മുതലാക്കണ്ടേ ഇനി? അതിന് വേഷം കെട്ടി ഇറങ്ങിയത് നാണക്കേടായി പോയി. തെണ്ടിത്തരം ഇത് മഹാതെണ്ടിത്തരം. ആളെ അവനോട് എത്താൻ കാത്തു നിൽക്കണ്ട, അവിടെ ചെന്നവനെ കൊല്ലണം. എന്നാലേ എന്റെ നെഞ്ചിലെ പക തീരൂ. ആൾക്ക് എവിടെ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഈ മൊണ്ണയെ കളിച്ചോണ്ട് അവിടെ പോകുന്നതെന്ന് മനസ്സിലാകത്ത്. മൊണ്ണ തള്ളിക്കയറി ചെന്നാന്നറിയാം. തള്ളിക്കയറി ചെന്നേക്കാ കിട്ടിയ ഗ്യാപ്പിന് പബ്ലിസിറ്റിക്ക് നാണമുണ്ടോ? ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. പണിയില്ലാത്ത ഇതുപോലത്തെ പടം കേണൽമാരല്ലാതെ ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുവോ? പിന്നെ റിട്ടയർഡ് ഒരുത്തനുണ്ട്, മേജർ രവി എന്ന് പറഞ്ഞൊരാളുണ്ട്. ഇവർ രണ്ടുപേരുടെ ഇറങ്ങി തിരിച്ചേക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണെ പോണം. പക്ഷെ ഇയാൾ അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ. എന്തോ പഴങ്ങാണാ പോയത് ഇവിടെ. ഇതൊക്കെ നീയാണല്ലോ കോടതി ഓടാമേര്. ഇനി ഇത് ആവർത്തിക്കരുത്.